കഥയെ ആരംഭിക്കുന്നത് ക്രിസ് എന്ന പേരുള്ള സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസറെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. 10 കൊല്ലത്തെ സർവീസിന് ശേഷം വാഷിംഗ്ടൺ DC-യിലേക്ക് സ്വന്തം നാട്ടിലേക്ക് അദ്ദേഹം തിരികെ എത്തുകയായിരുന്നു. തിരികെയുള്ള ആ യാത്രയിൽ അദ്ദേഹം അടച്ചു പൂട്ടപ്പെട്ട ഒരു ഫാക്ടറിയുടെ അടുത്തെത്തി. മുമ്പ് ആ ഫാക്ടറി ആ ടൗണിന്റെ അഹങ്കാരമായിരുന്നു. അത് കണ്ട് ക്രിസിന് വലിയൊരു ദുഃഖം തന്നെ അനുഭവപ്പെട്ടു. അവിടുത്തെ ജനങ്ങൾക്ക് സത്യസന്ധമായി ജോലി ലഭിച്ചിരുന്ന, വരുമാനം ലഭിച്ചിരുന്ന ഒരിടം. ക്രിസിന്റെ അച്ഛൻ പോലും അവിടുത്തെ എംപ്ലോയി ആയിരുന്നു. അതാണിപ്പോൾ അടച്ചുപൂട്ടപ്പെട്ട് കിടക്കുന്നത്. ക്രിസ് അവിടെ നിൽക്കെ അങ്ങോട്ടേക്ക് ഒരു പോലീസ് പട്രോളിംഗ് കാർ വന്നു. അതിലെ ഷെരീഫ് ക്രിസിനെ തിരിച്ചറിഞ്ഞു. ക്രിസിന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞൊരു ലിഫ്റ്റ് ഓഫർ ചെയ്തു. ക്രിസ് ആദ്യം അത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും കുറച്ചു നേരത്തെ തമാശ നിറഞ്ഞ സംഭാഷണങ്ങൾക്കും മറ്റും ശേഷം ക്രിസ് അവരുടെ കൂടെ ജോയിൻ ചെയ്തു. വൈകാതെ യാത്ര ചെയ്ത് ക്രിസ് തന്റെ വീട്ടിലേക്ക് എത്തി. ആദ്യം കണ്ടത് തന്റെ സഹോദരിയെയായിരുന്നു. ക്രിസിന്റെ സഹോദരി ഒരു പാരാമെഡിക്കായി ഇപ്പോൾ ജോലി നോക്കുകയാണ്. പിന്നാലെ പാരന്റ്സും വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. പിന്നീട് എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ക്രിസ് പറഞ്ഞത്, റിട്ടയർഡായി വന്ന് ഇവിടുത്തെ ഫാക്ടറിയിൽ ജോലി നോക്കാം എന്നൊക്കെ ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഫാക്ടറി അടച്ചുപൂട്ടപ്പെട്ട വിവരവും അച്ഛൻ ജോലിയിൽ നിന്ന് ഒഴിവായ വിവരവുമൊന്നും നിങ്ങളാരും എന്നോട് പറഞ്ഞതേയില്ലല്ലോ. ഉടൻ പാരന്റ്സ് മറുപടി കൊടുത്തു, നീ നമ്മുടെ നാടിനു വേണ്ടി സേവനമനുഷ്ഠിക്കാൻ പുറത്തുപോയി കഷ്ടപ്പെടുകയാണ്. ഇവിടുത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നിന്നോട് പറഞ്ഞ് നിന്നെ വെറുതെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി. വൈകാതെ ഭക്ഷണം കഴിക്കാൻ ക്രിസിന്റെ നെഫ്യൂവായ പീറ്റും വന്നു ചേർന്നു. പക്ഷേ പീറ്റ് ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നടക്കുന്ന പയ്യനാണ്. ഭക്ഷണം കഴിച്ച് പൂർത്തിയാക്കുന്നതിന് മുമ്പേ അവൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോവുക പോലും ചെയ്തു. അടുത്ത ദിവസം ക്രിസ് വീട്ടിൽ ചെറിയ ജോലിയിലായിരിക്കെ ക്രിസിന്റെ പഴയ കൂട്ടുകാരൻ റേ അവനെ കാണുവാൻ വന്നു. കഴിഞ്ഞ 1 കൊല്ലമായി ഡിപ്രഷനിലും ദുഃഖത്തിലുമൊക്കെയായിരുന്നു അവൻ. ഇപ്പോൾ ഓക്കെയായി വരുന്നു. ക്രിസും റേയും പഴയ കൂട്ടുകാരുടെ ഒപ്പം ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് ചെന്നു. അവിടെ സമയം ചെലവഴിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജെ ഹാമിൽട്ടൺ എന്ന പേരിലുള്ള ഒരു വ്യക്തി കടന്നു വരുന്നത്. ജെ വളരെയധികം സമ്പന്നനായ ഒരു യുവാവാണ്. നേരത്തെ പറഞ്ഞ ആ ലംബർ മിൽ ഫാക്ടറി ഉണ്ടല്ലോ, അതിന്റെ ഓണറായിരുന്നു ജെയുടെ കുടുംബം. ഇപ്പോൾ അത് അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോ ആ ലംബർ ഫാക്ടറി ഒക്കെ വിട്ട് ജെ ഒരു കസീനോ നടത്തുകയാണ്. അതിൽ നിന്നും അവർക്ക് നല്ല വരുമാനവുമുണ്ട്. ജെ ഹാമിൽട്ടന്റെ ടീം വളരെ റഫായിട്ടായിരുന്നു കളിച്ചത്. ആരും തന്നെ അതിനെ എതിർത്ത് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നില്ല. കളി നടക്കുന്നതിനിടയിൽ വശങ്ങളിൽ മറ്റു കുട്ടികൾക്കൊപ്പം സമയം ചെലവഴിക്കുന്ന പീറ്റിനെ ക്രിസ് നോക്കിക്കണ്ടു. അവന്റെ പെരുമാറ്റവും കമ്പനിയും ഒന്നും അത്ര ശരിയായി ക്രിസിന് തോന്നുന്നുണ്ടായിരുന്നില്ല. കളി നടക്കുന്നതിനിടയിൽ ജെയിന്റെ കയ്യാളായ ബൂത്ത് എന്നൊരു യുവാവ് ക്രിസിനെ ഒന്ന് ആക്രമിച്ചു വീഴ്ത്താൻ ശ്രമിച്ചു. ക്രിസ് വീണെങ്കിലും പരിക്കേറ്റെങ്കിലും അവൻ തിരിച്ചടിച്ചൊന്നുമില്ല. അന്ന് കളി കഴിഞ്ഞു പോകുമ്പോ ജെ ക്രിസിനെയും മറ്റും കസിനോയിലേക്ക് ക്ഷണിച്ചു. അപ്പോഴാണ് അവിടെ പീറ്റിനെ ക്രിസ് കാണുന്നത്. ക്രിസ് പീറ്റിനടുക്കൽ പോയി ഒന്ന് ഉപദേശിച്ചു. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിലൊന്നും പോയി പെടരുത് എന്നൊക്കെ പറഞ്ഞായിരുന്നു അത്. പീറ്റ് പക്ഷേ ക്രിസിന്റെ വാക്കുകൾക്ക് വില പോലും കൊടുക്കാതെ അവിടെ നിന്ന് പോയി. രാത്രിയിൽ ക്രിസും റേയും ജെയുടെ ക്ഷണപ്രകാരം കസിനോയിലേക്ക് ചെന്നു. വളരെ ലക്ഷൂറിയസ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ കസിനോയിൽ ഉണ്ടായിരുന്നത്. ജെ അവരെ കണ്ടു. സ്റ്റാഫിനടുക്കൽ അവർക്ക് VIP ട്രീറ്റ്മെന്റ് കൊടുക്കാനും പറഞ്ഞു. അവിടെ അങ്ങനെ തുടരുമ്പോഴാണ് ക്രിസ് ഡെനി എന്ന പേരുള്ള അവിടുത്തെ ഡാൻസറെ കണ്ടത്. ക്രിസിനും ഡെനിക്കും ഒരു പാസ്റ്റ് ഉണ്ട്. ഇരുവരും വന്ന് പ്രണയിതാക്കളായിരുന്നു. പക്ഷേ ക്രിസിനടുത്തെത്തി ഒരു ഹെലോ പറയുന്നതിന് പകരം ഡെനി അവിടെ നിന്ന് ഓടിപ്പോയി. പിന്നാലെ റേയെ മീറ്റ് ചെയ്യാൻ ക്രിസ് ചെന്നു. കസിനോയിലെ കളിക്കളത്തിലാണ് അവൻ എത്തിപ്പെട്ടത്. അവിടെ ഒരുത്തൻ കള്ളക്കളി കളിക്കുന്നതും മറ്റും ക്രിസ് ശ്രദ്ധിച്ചു. അയാളെ തടയാൻ ക്രിസ് എഴുന്നേറ്റ് ചെന്നപ്പോ അത് ഒരു പ്രശ്നത്തിന് വഴിവെക്കുന്ന മട്ടിലേക്ക് മാറി. അവിടെ ഒരു ഫൈറ്റ് അരങ്ങേറി. ഒടുവിൽ സെക്യൂരിറ്റി വന്ന് ക്രിസിനെ ഷോക്കേൽപ്പിച്ച് വീഴ്ത്തി. കണ്ണു തുറക്കുമ്പോ ക്രിസ് ഒരു മുറിയിൽ കിടക്കുകയാണ്. ചുറ്റിലും ജെയുടെ ആളുകളുമുണ്ട്. ഏറ്റവും മുന്നിലുണ്ടായിരുന്നത് ബൂത്ത് എന്ന ജെയുടെ മെയിനായ കയ്യാളായിരുന്നു. അയാൾ ക്രിസിനെ വലിയ തോതിൽ ഉപദ്രവിച്ചു. ശരീരത്തിലൊക്കെ മുറിവുണ്ടാക്കി രക്തം വാർന്നു പോവാൻ അനുവദിച്ച് ശക്തമായി ക്രിസിനെ പീഡിപ്പിച്ച ശേഷം അവർ ക്രിസിനെ വഴിയിൽ ഉപേക്ഷിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം അതുവഴി പോയൊരു ട്രക്ക് ഡ്രൈവർ ക്രിസിനെ കണ്ടെത്തി. ക്രിസിനെ ഉടനടി അയാൾ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടേഴ്സ് പരിശോധിച്ചു. ഒടുവിൽ ക്രിസിന്റെ ഫാമിലിയും വിവരമറിഞ്ഞെത്തി. ഡോക്ടേഴ്സ് പറഞ്ഞത് ഇത്തരം മുറിവുകളുമൊക്കെ ഉണ്ടായാൽ അതിനെ അതിജീവിക്കുന്നവർ അപൂർവമാണെന്നായിരുന്നു. ക്രിസ് പക്ഷേ സുഖപ്പെട്ടു വന്നു. വീട്ടിലെത്തി. വീട്ടിലുള്ളവർ ക്രിസിനെ നല്ല രീതിയിൽ പരിപാലിച്ചു. പീറ്റ് എപ്പോഴും ക്രിസിന് കമ്പനി കൊടുത്ത് ക്രിസിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നാളുകൾക്ക് ശേഷം ക്രിസ് വീണ്ടും തന്റെ പഴയ ശക്തി വീണ്ടെടുത്തു. വീണ്ടും ട്രെയിൻ ചെയ്യാനും മറ്റും ആരംഭിച്ചു. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം ജെ ഹാമിൽട്ടൺ ക്രിസിനെ കാണാനെത്തുന്നത്. തന്റെ ആളുകൾ ക്രിസിനോട് ചെയ്ത പ്രവൃത്തിക്ക് ക്ഷമ ചോദിക്കാൻ എന്ന മട്ടിൽ
വീട്ടിലെത്തിയതായിരുന്നു ജെ. കൂട്ടത്തിൽ കസിനോയിൽ ക്രിസിന് ജെ ഒരു ജോലി ഓഫർ ചെയ്തു. സെക്യൂരിറ്റി ഹെഡായിട്ടായിരുന്നു അത്. ഒരു മടിയും കൂടാതെ അതിന് താനില്ലെന്ന് ക്രിസ് തീർത്തു പറഞ്ഞു. ഒരു എൻവലപ്പ് നിറയെ ക്യാഷ് എടുത്തു വെച്ച് ക്രിസിനെ ഒന്നുകൂടി സ്വാധീനിക്കാൻ ജെ ശ്രമിച്ചു. എല്ലാം സമാധാനത്തിന്റെ രീതിയിൽ മുമ്പോട്ട് പോവാനാണ് എന്നും ജെ പറഞ്ഞു. പക്ഷേ ക്രിസിന് അതിലൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. താനൊരു ഒഫീഷ്യൽ റിപ്പോർട്ട് കസിനോക്കെതിരെയും മറ്റും ഫയൽ ചെയ്യാൻ പോവുകയാണ്. തനിക്കെതിരെ നടന്ന അറ്റാക്കിനെതിരെയും ഫയൽ ചെയ്യും എന്നായിരുന്നു ക്രിസ് പറഞ്ഞത്. ക്രിസ് പിന്നാലെ അവിടെ നിന്ന് ഷെരീഫിന്റെ ഓഫീസിലേക്ക് നടന്നെത്തി. അവിടെ നടന്ന കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു. പക്ഷേ എല്ലാം കേട്ട ഷെരീഫ് നമ്മുടേതൊരു ചെറിയ ടൗൺ ആണെന്നും ഇപ്പോൾ ഈ ടൗണിന് ജീവൻ കൊടുത്ത് നിലനിർത്തുന്നത് ആ കസിനോ ആണെന്നും അതിനെതിരെ അങ്ങനെ നടപടിയൊന്നും എടുക്കാൻ പറ്റില്ല എന്ന മട്ടിലുമൊക്കെയായിരുന്നു പറഞ്ഞത്. പോരാത്തതിന് ക്രിസ് ആക്രമിക്കപ്പെട്ടതിന് മറ്റ് തെളിവുകളുമില്ലല്ലോ എന്നും അയാൾ പറഞ്ഞിരുന്നു. ഒടുവിൽ ഒരു നാണവും കൂടാതെ ഇതൊക്കെ വിട്ട് വേറെന്തെങ്കിലും നോക്ക് എന്ന മട്ടിൽ പറഞ്ഞ് ക്രിസിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാനും ഷെരീഫ് ശ്രമിച്ചു. അടുത്ത ദിവസം ഡെനി ക്രിസിനെ മീറ്റ് ചെയ്യാനെത്തി. കുറച്ചു സമയം അവർ ഒന്നിച്ച് ചിലവഴിച്ചു. അവരുടെ നാടിന്റെ ഇപ്പോഴത്തെയും പഴയ അവസ്ഥയെയും പറ്റി അവർ സംസാരിച്ചു. നാടിന്റെ കാര്യങ്ങൾ മൊത്തത്തിൽ മാറിമറിഞ്ഞിരിക്കുന്നു. അവിടെ എപ്പോഴും പ്രശ്നങ്ങളാണ്. പകുതി തമാശയ്ക്കും മറ്റുമായി ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ നീ ഇവിടെ ഷെരീഫായി ജോലി ചെയ്യാൻ വേണ്ടി നോക്കുകയാ വേണ്ടത് എന്ന മട്ടിൽ അവൾ പറഞ്ഞു. ശരിയാണ്, ഞാൻ അതാണ് ചെയ്യേണ്ടത് എന്ന് ക്രിസ് അപ്പോൾ പറയുന്നുണ്ടായിരുന്നു. പിന്നാലെ അവൻ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് അവന്റെ അമ്മ വിവരം പറയുന്നത്. പീറ്റിന് മയക്കുമരുന്ന് ഓവർഡോസ് ആയി. അവന്റെ സഹോദരി ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. വിവരമറിഞ്ഞയുടൻ ക്രിസ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ചെന്നു. സഹോദരിയെ മീറ്റ് ചെയ്തു. പീറ്റ് അവശനിലയിലാണ്. പാരാമെഡിക്കായ സഹോദരി വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോ പീറ്റ് സ്റ്റേബിൾ ആണ്. പക്ഷേ മരണത്തിന്റെ വക്കോളം അവൻ എത്തിയിരുന്നു. ക്രിസ് അവിടെ ഉണ്ടായിരുന്ന പീറ്റിന്റെ സുഹൃത്തുക്കളെ എതിരിട്ടു. ഒടുവിൽ അവർ സമ്മതിച്ചു തങ്ങളാണ് പീറ്റിനെ കൊണ്ട് നിർബന്ധിച്ച് മയക്കുമരുന്ന് എടുപ്പിച്ചതെന്ന്. ശേഷം ക്രിസ് എവിടെ നിന്നാണ് അവർക്ക് ഈ മയക്കുമരുന്ന് കിട്ടിയത് എന്ന കാര്യം ചോദിച്ച് അവരെ ഭീഷണിപ്പെടുത്തി. കൂട്ടത്തിലൊരു പയ്യൻ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. കസിനോയിലെ സെക്യൂരിറ്റി ഗാർഡാണ് അവർക്കത് വിതരണം ചെയ്യുന്നത്. ക്രിസിന്റെ ഉള്ളിൽ വല്ലാത്തൊരു വെറി ഉണർന്നു. ക്രിസ് വീട്ടിലേക്ക് കുതിച്ചു പാഞ്ഞു ചെന്നു. തന്റെ തോക്കെടുത്ത് ഒരു പോരാട്ടത്തിന് ഇറങ്ങാൻ തുനിഞ്ഞു. പാരന്റ്സ് അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും ക്രിസിനതൊന്നും സഹിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരെ എതിർത്ത് ആയുധവും എടുത്ത് ക്രിസ് പുറപ്പെട്ടു. ക്രിസ് നേരെ കസിനോയിൽ ചെന്നെത്തി. തോക്കെടുത്തിറങ്ങാനാണ് അവനാദ്യം ചിന്തിച്ചതെങ്കിലും പിന്നെ അത് വേണ്ടെന്ന് വെച്ച് വണ്ടിയിലുണ്ടായിരുന്ന ഒരു തടിക്കഷ്ണം എടുത്ത് കസിനോയുടെ അകത്തേക്ക് കയറി. അകത്തേക്ക് എത്തിയ ക്രിസ് ഒട്ടും മടിക്കാതെ കസിനോ അടിച്ചു തകർക്കാൻ ആരംഭിച്ചു. പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന ഗാർഡുകൾ അവനെ തടയാനെത്തി. ക്രിസ് അവരെയൊക്കെ അടിച്ചു വീഴ്ത്തിക്കൊണ്ടിരുന്നു. ശേഷം മുന്നിലേക്ക് വന്ന ക്രിസ് ജെ ഹാമിൽട്ടന്റെ അവിടുത്തെ ഓഫീസിന്റെ ഗ്ലാസ് അടിച്ചു തകർത്തു. പിന്നാലെ ജെ പുറത്തേക്ക് വന്നിരുന്നു. അപ്പോഴേക്കും പോലീസിനെയും ജെ വിളിച്ചിരുന്നു. പോലീസ് എത്തി ക്രിസിനെ അറസ്റ്റ് ചെയ്യുകയാണ്. ദിവസങ്ങൾക്ക് ശേഷം വിചാരണയ്ക്ക് വേണ്ടി ക്രിസ് കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. ഒരു പ്രകോപനവും കൂടാതെ കസിനോ അടിച്ചു തകർക്കുകയും തങ്ങളെ ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു ക്രിസ് എന്നതായിരുന്നു ക്രിസിന് മേൽ കസിനോ എംപ്ലോയീസ് ചുമത്തിയ കുറ്റം. പ്രോസിക്യൂഷന്റെ വാദമാണെങ്കിൽ ആകെ വയലന്റായ ഒരു എക്സ് സോൾജറാണ് ക്രിസ് എന്നും ക്രിസിനെ നഗരത്തിൽ ജീവിപ്പിക്കുന്നത് അപകടമാണെന്നും ജയിലിൽ തള്ളണമെന്നുമായിരുന്നു. പക്ഷേ ക്രിസിന്റെ ലോയറാണെങ്കിൽ ഒന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. അതിനെതിരെ പ്രതികരിക്കുന്നു പോലുമില്ല. എന്തോ റോങ് ആണെന്ന് ക്രിസിന് തോന്നി. ക്രിസ് ഒട്ടും മടിച്ചില്ല. ജഡ്ജിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് തനിക്ക് തന്റെ നിരപരാധിത്വം സ്വയം വാദിക്കാൻ അവസരം തരണമെന്ന് പറഞ്ഞു. ക്രിസിന്റെ വക്കീലിനെ ജയ് വില കൊടുത്തു വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞിരുന്നു. അത് അപകടമായിരിക്കും എന്ന് ജഡ്ജ് ക്രിസിനെ വാൺ ചെയ്തെങ്കിലും ക്രിസ് തന്റെ തീരുമാനവുമായി മുമ്പോട്ട് പോയി. പിന്നാലെ നാട്ടിലെ കാര്യങ്ങളും തന്റെ നിരപരാധിത്വവും അടക്കം വിവരിക്കുന്ന എല്ലാ വിശദവിവരങ്ങളും അറിയിച്ച് ക്രിസ് വാദിച്ചു. തന്റെ ശരീരത്തിൽ കസിനോയിലെ ആളുകൾ ഏൽപ്പിച്ച മുറിവും മറ്റു കാര്യങ്ങളും അവിടെ വെച്ച് ഷർട്ടൂരി ക്രിസ് കാണിച്ചു. അതിന്റെ ഹോസ്പിറ്റൽ തെളിവുകളും അടക്കം വന്നതോടെ ക്രിസിന്റെ നിരപരാധിത്വം പൂർണ്ണമായി ബോധ്യപ്പെടുകയായിരുന്നു. നമ്മുടെ ടൗൺ എത്രമേൽ മികച്ചതായിരുന്നെന്നും നമ്മുടെ പഴയ ടൗണിൽ ഇത്തരത്തിലൊരു കസീനോ പ്രവർത്തിക്കാൻ അന്നത്തെ കാലത്ത് ആരും തന്നെ അനുവദിക്കുമായിരുന്നില്ല എന്ന കാര്യവുമൊക്കെ ക്രിസ് എടുത്തു പറഞ്ഞു. ടൗണിന്റെ ഇന്നത്തെ മോശം അവസ്ഥയെപ്പറ്റിയും അവിടുത്തെ മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ വർധനവിനെ പറ്റിയും ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ പറ്റിയുമൊക്കെ ക്രിസ് എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നു. അത് അവിടുത്തെ ജൂറികളുടെ മനസ്സിൽ പതിയുന്നുണ്ടായിരുന്നു. നാടിന്റെ കഷ്ടപ്പാടിനെ പറ്റിയൊക്കെ എടുത്തു പറഞ്ഞ ക്രിസ് നാട്ടിലെ ഷെരീഫാവാൻ വേണ്ടി താൻ ശ്രമിക്കുമെന്നും ഈ നാട്ടിലെ പ്രശ്നങ്ങൾ തുടച്ചു മാറ്റുമെന്നും അതിന് എനിക്ക് അവസരം കിട്ടണമെങ്കിൽ താൻ ഇവിടെ നിരപരാധിയായി പ്രഖ്യാപിക്കപ്പെടണം എന്നതിന്റെ ആവശ്യകതയെ പറ്റിയുമൊക്കെ ക്രിസ് എടുത്തു പറഞ്ഞു. ഒടുവിൽ വിധി പ്രസ്താവന വന്നു. ജൂറി പ്രഖ്യാപിച്ചത് ക്രിസ് നിരപരാധിയാണ്, വിട്ടയക്കണമെന്നായിരുന്നു. ക്രിസിനോട് നഗരത്തിന്റെ
ഷെരീഫാകണം എന്നും അവിടുത്തെ ആളുകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഷെരീഫാവാനുള്ള ഇലക്ഷനിൽ ക്രിസ് മത്സരിച്ചു. അതിൽ വിജയിച്ച് അവിടുത്തെ പ്രധാന ഷെരീഫായി പോലീസ് ഉദ്യോഗസ്ഥനായി ക്രിസ് മാറി. തന്റെ പിക്കപ്പ് ട്രക്ക് ഒരു പോലീസ് വാനാക്കി മാറ്റി ക്രിസ് അടുത്ത ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. ഓഫീസിലെത്തി തന്റെ കീഴിലുള്ളവരെ ക്രിസ് നോക്കിക്കണ്ടു. ക്രിസ് ആണിപ്പോൾ ഉയർന്ന പദവിയുള്ള വ്യക്തി. അവിടുണ്ടായിരുന്ന ഷെരീഫ് വാട്കിൻസൺ മറ്റ് ഡെപ്യൂട്ടിമാരെയും മറ്റും ക്രിസിന് പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാവരും വളരെയധികം ലോയലായിട്ടുള്ളവരാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ക്രിസിന് അവിടുത്തെ കറപ്ഷൻ എത്രമേൽ ഡീപ്പാണെന്ന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ശേഷം അവിടുണ്ടായിരുന്ന വ്യക്തികളെയൊക്കെ നോക്കി പിന്നാലെ അവിടുണ്ടായിരുന്ന സ്റ്റാഫുകളെ ഒന്നടങ്കം പിരിച്ചുവിട്ടു. വൈകാതെ ഡിപ്പാർട്ട്മെന്റ് മൊത്തമായും ക്രിസ് ക്ലീൻ ചെയ്തു. പിന്നീട് ജെ ഹാമിൽട്ടൺ തന്റെ ഗേൾഫ്രണ്ടുമായി പോകുന്നത് പട്രോളിംഗിലുണ്ടായിരുന്ന ക്രിസ് കണ്ടു. ക്രിസ് അവന്റെ വണ്ടി തടഞ്ഞു. ജയ്ക്കെപ്പോഴും അഹങ്കാരത്തിനൊരു കുറവുണ്ടായിരുന്നില്ല. ക്രിസിനെ പണം കൊടുത്തു വാങ്ങാൻ ജയ് ശ്രമിച്ചു. ക്രിസ് പക്ഷെ അതിനൊന്നും വഴങ്ങുന്ന വ്യക്തിയായിരുന്നില്ലല്ലോ. ജയ്ക്കൊരു വാണിംഗ് കൊടുത്ത് ക്രിസ് പിന്നിലേക്ക് നടന്നു. ശേഷം അവന്റെ പോർച്ചയുടെ ടെയിൽ ലാമ്പ് അടിച്ചു പൊട്ടിച്ചു. ഈ ലാമ്പ് പൊട്ടിയിട്ടുണ്ട്, ഇതിനെപ്പറ്റി വാൺ ചെയ്യാനാ താൻ വന്നത്, അത് നന്നാക്കിയേക്ക് എന്ന് പറഞ്ഞ് ക്രിസ് വണ്ടിയെടുത്തു പോന്നു. ഒറ്റയ്ക്കൊരു ഷെരീഫിന് ഒരിക്കലും നഗരത്തിന്റെ ക്രമസമാധാന പാലനം അങ്ങനെ നിയന്ത്രിക്കാനൊന്നും സാധിക്കില്ല. അതിലൊരു ടീം വേണം. ക്രിസ് ടീം ബിൽഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. തന്റെ സുഹൃത്ത് റേയെ കണ്ട് ഡെപ്യൂട്ടി ഷെരീഫാവാൻ ക്രിസ് ക്ഷണിച്ചു. പക്ഷേ റേക്ക് അതിൽ മടിയുണ്ടായിരുന്നു. താൻ ആ ജോലിക്ക് ചേർന്ന വ്യക്തിയല്ല. താനിപ്പോ മദ്യപാനമൊക്കെ വിട്ട് എല്ലാം ഒന്ന് നോക്കിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേയുള്ളൂ. അതിനെതിരെ പ്രതികരിച്ചു നിൽക്കാൻ തന്നെ കഷ്ടപ്പെടുകയാണ് എന്ന തരത്തിലൊക്കെ റേ പറഞ്ഞു. ഉടൻ ക്രിസ് പറഞ്ഞു, അതുകൊണ്ടാ എനിക്ക് നിന്നെ തന്നെ വേണ്ടത്. എങ്ങനെ മോശം കാര്യത്തിനെതിരെ നിൽക്കണമെന്നും അതിനെതിരെ പോരാടി അതിജീവിക്കണമെന്നും ഇപ്പോൾ നിനക്കറിയാം. നീയാണ് ഇവിടെ ഡെപ്യൂട്ടിയായിട്ട് വരേണ്ടത്. റേ സമ്മതിച്ചു. രണ്ടുപേരും ഒന്നിച്ച് നാട്ടിലെ പ്രശ്നങ്ങൾ അടിച്ചൊതുക്കാനും കുറ്റവാളികളെ പിടികൂടാനും മറ്റും തുടങ്ങി. അവരുടെ ആദ്യ ലക്ഷ്യം തന്നെ നാട്ടിലെ മയക്കുമരുന്ന് കച്ചവടം ഇല്ലാതാക്കുക എന്നതായിരുന്നു. നീണ്ട അന്വേഷണത്തിനും തിരച്ചിലിനും ഒക്കെ ഒടുവിൽ അവർ അവിടുത്തെ പ്രധാന മയക്കുമരുന്ന് വിതരണക്കാരനിലേക്ക് എത്തിച്ചേർന്നു. അത് ബൂത്തായിരുന്നു, ജെയുടെ വലങ്കൈ. പക്ഷേ തെളിവിന് മയക്കുമരുന്ന് കണ്ടെടുക്കണം. ബൂത്തിനെ പിടികൂടിയെങ്കിലും മയക്കുമരുന്ന് ശേഖരം കിട്ടിയിട്ടില്ല. ബൂത്തിന്റെ കാറടക്കം പൊളിച്ചവർ പരിശോധിച്ചു. പക്ഷേ ഒന്നും തന്നെ കിട്ടിയില്ല. ബൂത്ത് അവരെ വാൺ ചെയ്തു. ഞാൻ എന്റെ ആളുകളുമായിട്ട് വരും, കൃത്യമായ പ്രതികാര നടപടി നിങ്ങൾക്കെതിരെയുണ്ടാകും. പക്ഷേ ക്രിസും റേയും അതൊന്നും കേട്ട് ഭയക്കുന്നവരായിരുന്നില്ല. ബൂത്ത് വാതുറന്ന സത്യങ്ങൾ പറയുന്നവരെ അവനെ ലോക്ക് ചെയ്യാൻ അവർ തീരുമാനിച്ചു. ബൂത്തിനെ പിടികൂടി ലോക്കപ്പിൽ അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ പ്രതികാര നടപടിക്കും സാധ്യതയുണ്ട്. ഒരു റിസ്ക് എടുക്കാൻ ക്രിസ് തയ്യാറായിരുന്നില്ല. ഫാമിലിയുടെ സുരക്ഷയ്ക്ക് റേയെ ക്രിസ് തന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. സ്റ്റേഷനിൽ ബൂത്തിന് ക്രിസ് തന്നെ കാവൽ നിന്നു. രാത്രിയിൽ ഡെന്നി ക്രിസിന് ഭക്ഷണവുമായി എത്തിച്ചേർന്നിരുന്നു. രാത്രിയൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാം നോർമലായി കടന്നുപോയി. പക്ഷേ പുലർച്ചെ തൊട്ട് പ്രശ്നങ്ങൾ ആരംഭിക്കുകയായിരുന്നു. പുറത്തേക്ക് വന്ന ക്രിസ് കണ്ടത് തന്റെ കാർ വലിയ സ്ഫോടനത്തിനിരയാവുന്നതാണ്. ഒട്ടും വൈകിയില്ല. പോലീസ് സ്റ്റേഷനെതിരെ വലിയ തോതിൽ വെടിവെപ്പ് ആരംഭിച്ചു. ജെയുടെ ആളുകളായിരുന്നു ആക്രമണം നടത്തുന്നത്. ബൂത്തും ജയിലിനകത്തുണ്ട് എന്നതൊന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല. എല്ലാവരും വെടിവെച്ചു ചത്താൽ അത്രയുമായി എന്ന മട്ടിലായിരുന്നു അവർ വെടിയുതിർക്കുന്നത്. ഡെനിയെ ക്രിസ് സേഫായ ഒരിടത്താക്കി. പിന്നാലെ ബൂത്തിന്റെ അടുത്തേക്ക് ചെന്നു. താൻ വെടിയേറ്റ് മരിക്കുമോ എന്ന് ഭയന്ന് ബൂത്ത് ആശങ്കയിലായിരുന്നു. ക്രിസ് ആ അവസരം മുതലെടുത്ത് ബൂത്തിനടുക്കൽ താൻ അവനെ രക്ഷിക്കാമെന്നും എവിടെയാണ് മയക്കുമരുന്ന് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പറയാനും പറഞ്ഞു. തന്റെ ആളുകൾ തന്നെ ചതിക്കുന്നു എന്ന് ചിന്തിച്ചതിനാലാകണം പൂട്ടപ്പെട്ട ഫാക്ടറിക്കകത്താണ് മയക്കുമരുന്ന് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന കാര്യം അവൻ വെളിപ്പെടുത്തി. മയക്കുമരുന്ന് സംഘത്തിന്റെ ലീഡർ ജയാണെന്ന സത്യവും ബൂത്ത് പറഞ്ഞു. പുറത്ത് പൂട്ടപ്പെട്ട ഫാക്ടറി ആണെങ്കിലും അകത്ത് മയക്കുമരുന്ന് നിർമ്മാണവും മറ്റും നടക്കുന്നുണ്ട് എന്ന കാര്യവും ബൂത്തിൽ നിന്ന് ക്രിസ് മനസ്സിലാക്കിയിരുന്നു. ക്രിസിന് ബൂത്തിനെ രക്ഷിക്കാൻ സാധിച്ചില്ല. അപ്പോഴേക്കും ഒരു വെടിയുണ്ട ബൂത്തിന്റെ ജീവൻ എടുത്തിരുന്നു. അധികം വൈകിയില്ല. ക്രിസ് തിരിച്ചടിക്കാൻ ആരംഭിച്ചു. ആക്രമിക്കുന്നവരെ ഓരോരുത്തരെയായി വെടിവെച്ചു വീഴ്ത്തി. ഇതേസമയം ക്രിസിന്റെ വീട്ടിലും ജെയുടെ ആളുകളുടെ ആക്രമണം ആരംഭിച്ചിരുന്നു. റേ അവർക്കെതിരെ പൊരുതാൻ തുടങ്ങി. ഒട്ടും എളുപ്പമായിരുന്നില്ലെങ്കിലും കടന്നുകയറ്റക്കാരെ അടിച്ചു വീഴ്ത്താൻ റേക്ക് സാധിച്ചിരുന്നു. അപ്പോഴാണ് ക്രിസ് കടന്നു വരുന്നത്. എതിരാളികളാണെന്ന് കരുതി എല്ലാവരെയും ഇടിക്കുന്ന കൂട്ടത്തിൽ റേയിൽ നിന്ന് ഒരിടി ക്രിസിനും കിട്ടി. ഒരു തരത്തിൽ കാര്യങ്ങൾ ഓക്കെയായി കഴിഞ്ഞിരുന്നു. തന്റെ കുടുംബാംഗങ്ങൾ സുരക്ഷിതരാണ് എന്ന് ക്രിസ് ഉറപ്പുവരുത്തി. അധികം വൈകിയില്ല. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയിലേക്ക് ക്രിസിന്റെ ശ്രദ്ധ തിരിഞ്ഞു. ജെയെ പിടികൂടാൻ ക്രിസ് പുറപ്പെട്ടു.
ജെ ഫാക്ടറിയിലുണ്ട് എന്ന വിവരം കിട്ടിയിട്ടായിരുന്നു അങ്ങോട്ടേക്ക് ചെന്നത്. പക്ഷേ അങ്ങോട്ടേക്ക് എത്തിയ ക്രിസിനെ ജെ ട്രാപ്പ് ചെയ്തു. പക്ഷേ ജെ അടുത്തേക്ക് വന്നപ്പോ അവനെയും വലിച്ച് ക്രിസ് താഴേക്ക് വീണു. മെഷീനുകൾക്കിടയിലൂടെ ഉരുണ്ട് അവർ താഴെയെത്തി. ഒടുവിൽ പരസ്പരമുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചു. ശക്തമായ ഫൈറ്റ് നടന്നു. ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങി അടുത്തുള്ള കാട്ടിലേക്കും അവരുടെ ഫൈറ്റ് നീണ്ടിരുന്നു. ജെ കോടാലി വെച്ചായിരുന്നു ആക്രമിക്കാൻ ശ്രമിച്ചത്. ക്രിസ് ആകട്ടെ കയ്യിൽ കിട്ടിയ തടി ഉപയോഗിച്ച് അത് തടയുകയും തിരിച്ചടിക്കുകയും ചെയ്തു. ഒടുവിൽ പൂർണ്ണമായി ജെയെ ക്രിസ് അടിച്ചു വീഴ്ത്തി. ധൈര്യത്തോടെ പൂർണ്ണ മികവോടെ എഴുന്നേറ്റ് നിന്ന ക്രിസ് ജെയ്യോടായി പറഞ്ഞു, ഇത് എന്റെ ടൗൺ ആണ്. ഇവിടെ ഒരു പ്രശ്നങ്ങൾക്കും ഞാൻ അനുവാദം നൽകില്ല. ഒടുവിൽ ജെയ്യുടെ കുറ്റകൃത്യങ്ങൾ നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിലെത്തി. വേണ്ട ശിക്ഷയും അവന് ലഭിച്ചു. പിന്നാലെ ക്രിസും റേയും ചേർന്ന് ജെയ്യുടെ കസിനോ ഏറ്റെടുത്തു. അത് ചൂതുകളി കേന്ദ്രത്തിൽ നിന്ന് മാറ്റി നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ആരംഭിച്ചു. പഴയ ലംബർ മില്ലിന്റെ തടസ്സങ്ങൾ നീക്കി അവരത് പുനരാരംഭിച്ചു. നാട്ടിലെ ജനങ്ങൾക്ക് സത്യസന്ധമായി ജോലി ചെയ്യാൻ കഴിയുന്ന ആ കമ്പനിക്ക് പുനർജീവൻ വെച്ചു. ടൗൺ നല്ല രീതിയിൽ മുമ്പോട്ടു പോകും എന്ന സൂചനകളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു സിനിമ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.